ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സ്മാർട്ട് ഫോൺ മേഖലയിൽ കടന്നു വരാൻ സാധിക്കുന്നു. അങ്ങനെ കടന്നു വന്ന ഒരാളെ ഇന്ന് പരിചയപ്പെടാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഭിജിത്താണ്. അഭിജിത്തിന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അഭിജിത്തിനോട് ചോദിക്കാം. എങ്ങനെയാണ് ഈ സ്മാർട്ട് ഫോൺ മേഖലയിലേക്ക് വന്നതെന്നൊന്ന് പറയാമോ? ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മേഖലയെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ ഈ കോഴ്സിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഇവിടെ മെസ്സേജ് അയച്ചു. അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തായിരുന്നു? ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ? ഡിഗ്രി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ പറ്റി തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇതാകുമ്പോൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ ജോലിയും കിട്ടും, ഉയർന്ന സാലറിയും പെട്ടെന്ന് തന്നെ ലഭിക്കും. മിലീഷ്യയിലെ ക്ലാസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇവിടുത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ അനുഭവം എന്താണെന്നൊന്ന് പറയാമോ? ക്ലാസ്സുകളൊക്കെ അടിപൊളി ക്ലാസ് ആയിരുന്നു. പ്രാക്ടിക്കൽ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെയായിരുന്നു പറഞ്ഞു തരുന്നതും ചെയ്യാൻ തരുന്നതും. എല്ലാ ഫോണുകളും ചെയ്യാനും തരുന്നുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കൂടുതൽ പറ്റിയിട്ടുണ്ട്. തിയറി ആയിരുന്നു കൂടുതൽ, പ്രാക്ടിക്കൽ ആയിരുന്നു കൂടുതൽ? അപ്പൊ പ്രാക്ടിക്കൽ എങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്ലാസ് ഫാക്കൽറ്റി വന്ന് പറഞ്ഞു തരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? പ്രത്യേക സാർ വന്ന് പറഞ്ഞായിരുന്നു. എല്ലാ ഫോണിനെ പറ്റി ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം പഠിപ്പിച്ചു വിടുമായിരുന്നു. അഭിജിത്തിന്റെ വീട് കൊട്ടാരക്കര ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ വേണമായിരുന്നല്ലോ. മിലീഷ്യയിലെ ഹോസ്റ്റലിനെ കുറിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോസ്റ്റലിൽ മിലീഷ്യ തന്നെ ഫ്രീ ആയിട്ട് നൽകുമായിരുന്നു. പിന്നെ ഹോസ്റ്റലിലെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ഒരു സാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഹോസ്റ്റലിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് പോകുമായിരുന്നു. ഇപ്പം ട്രെയിനിങ് അല്ലേ കോയമ്പത്തൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ സ്റ്റൈഫൻഡ് ഒക്കെയോ? സ്റ്റൈഫൻഡ് 16,000 ഉണ്ട്. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. അപ്പം ഈ സ്റ്റൈഫൻഡ് നിന്റെ കയ്യിൽ തന്നെയാണോ? ഡയറക്റ്റ് എന്റെ അക്കൗണ്ടിൽ തന്നെ ആയിരുന്നു. അക്കൗണ്ടിൽ തന്നെയാണ്, അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് അല്ലേ? വളരെ ചെറുതല്ലാത്തൊരു തുക സ്റ്റൈഫൻഡ് ആയിട്ട് അഭിജിത്തിന് കിട്ടുന്നുണ്ട്. ഈ കാലയളവിൽ അഭിജിത്തിനുണ്ടായ അച്ചീവ്മെന്റ്സും ഇനി അടുത്തതായിട്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്ലാൻസ് എന്നൊന്ന് പറയാം. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് ഈ കോഴ്സ് പഠിച്ചത്. ഇപ്പൊ അതിന്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് ഈ ഒരു ഫോണില്ല, നല്ലൊരു ഫോണില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് നല്ലൊരു ഫോൺ എടുത്തു. ഇനി നല്ലൊരു വീടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകും. ഇതിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പിന്നെ ഇനി +2 കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളോട് എന്താണ് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളതെന്നൊന്ന് പറയാമോ? +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് പറയാനുള്ളതാണെങ്കിൽ ഡിഗ്രിക്ക് പോയി 3 വർഷം വെറുതെ പഴയ കളയാതെ അതിനെക്കാട്ടി ഏറ്റവും നല്ലൊരു കോഴ്സ് ഇതാണ്. 1 വർഷത്തെ ട്രെയിനിങ് കാര്യങ്ങളും കഴിഞ്ഞാൽ ഉടനെ നല്ല സ്റ്റൈഫൻഡും നല്ല സാലറിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും.